സ്ഥിതിഗതികൾ സങ്കീർണമാണ്. ഏത് നിമിഷവും ഇറാൻ ഇനിയും ആക്രമണം നടത്തിയേക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിൽ കുവൈറ്റ് ഏറ്റവും അധികം വിറച്ചുപോയത് കുവൈറ്റിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളം ഇറാൻ ആക്രമിച്ചപ്പോഴാണ്. ഒരു ഡ്രോൺ ആക്രമണമായിരുന്നു അവിടെ നടന്നത്. ആ അക്ഷരാർത്ഥത്തിൽ കുവൈറ്റിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളും ഇറാൻ കത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളികൾ അടക്കമുള്ളവർ ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ റെക്ലെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനോട് പ്രതികരിച്ചത്. പോരാത്തതിന് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഉടനെ തന്നെ UN ഇതിൽ ഇടപെടണം എന്നുള്ള കാര്യങ്ങൾ വളരെ രൂക്ഷമായി പറയുന്ന സാഹചര്യമുണ്ടായി. അബുദാബിയിലടക്കം ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് പല ഭാഗങ്ങളും ഇപ്പോഴും വലിയ രീതിയിലുള്ള അനിശ്ചിതത്വത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതേസമയം സെൻട്രൽ ഇസ്രായേലിൽ ഇറാൻ കഴിഞ്ഞ ദിവസം മിസൈലുകൾ തൊടുത്തുവിട്ടു എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി അക്ഷരാർത്ഥത്തിൽ കലാപകലുഷിതമായിരുന്നു, യുദ്ധക്കളമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇറാനിയൻ ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് സുരക്ഷാ കാരണങ്ങളാൽ അബുദാബിയിലെ BAPS ക്ഷേത്രം ഒരു ദിവസത്തേക്ക് അടച്ചിട്ടു എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇറാനും ഇസ്രായേലും മുഖാമുഖം മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. ഒരു വലിയ യുദ്ധത്തിന്റെ തന്നെ തുടക്കത്തിലേക്ക് GCC രാജ്യങ്ങൾ സമ്പൂർണ്ണമായിട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിച്ചു. സൗദി അറേബ്യയിലെ റിയാദിൽ അടക്കം വലിയ രീതിയിലുള്ള ബോംബ് ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചത്. ഇസ്രായേൽ ശക്തമായ രീതിയിൽ പല രാജ്യങ്ങളെയും ആക്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളും ശക്തിയിൽ ഒട്ടും പിന്നിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ തിരിച്ചടിയാണ് GCC രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കുവൈറ്റിലെ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നടത്തിയ വലിയ ആക്രമണം. 4 എംപ്ലോയീസിന് അവിടെ ശക്തമായ രീതിയിൽ ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്, കഴിഞ്ഞ രാത്രിയിൽ പുറത്തു വന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.